ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അമൃതം വിഷവും. ഈ അമൃതം വിഷവും എന്ന് പറയുമ്പം രണ്ടും രണ്ടാണ്. അമൃതിൻ്റെ നേരെ വിപരീതമാണ് വിഷം. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ നാശവും നരകവും മരണവും. അമൃതം ഉള്ളിൽ ചെന്നാൽ നേട്ടവും ഗുണവും ശക്തിയും. മരിക്കില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ദീർഘായുസ് തന്നെ ഉണ്ടാവണം. അപ്പം വിഷം ഉള്ളിൽ പോണോ അമൃതം ഉള്ളിൽ പോണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു മനുഷ്യൻ തന്നെയാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും വിഷം എന്താണെന്നും അമൃതം എന്താണെന്നും. ഈ ദുഷ്ടരായ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന ആ വിഷമാണ് ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്നത്. ശിഷ്ടരായ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന അമൃത് ലോകത്തെ രക്ഷിക്കും. പക്ഷേ ഒന്നുണ്ട് കാര്യം, ദുഷ്ടന് ശക്തി കൂടുതലാണ്. ദുഷ്ടൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. അവരാരെയും അടിച്ചമർത്താൻ കൽപ്പുള്ളവരാണ്. നല്ല കരുതലോടുകൂടി ആ കെൽപ്പ് അവർ നന്നായിട്ട് ഉപയോഗിക്കും. പക്ഷേ സജ്ജനങ്ങൾ ഒരുപാട് ഒതുങ്ങി നിൽക്കും, ഒരുപാട് താന്ന് നിൽക്കും, ഒരുപാട് വിനയത്തോടെ നിൽക്കും, വളരെ വളരെ ക്ഷമയോടെ നിൽക്കും. പക്ഷേ ദുഷ്ടരെ നേരിടാൻ ദുഷ്ടത്തനം ഉപയോഗിക്കേണ്ട. അവരുപയോഗിക്കുന്ന മൂർച്ചയുള്ള വാളിനേക്കാളും ശക്തമായ വാള് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ദുഷ്ടരെ നിഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ദുഷ്ടരെ നിഗ്രഹിച്ചാൽ സാധാരണ ജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. അപ്പോൾ അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ അനുവദിക്കേണ്ട ഉത്തരവാദിത്വം സജ്ജനങ്ങളുടേതാണ്. സജ്ജനങ്ങൾ ആ ദൗത്യം നേരിടുമ്പം, ആ ദൗത്യം ഏറ്റെടുക്കുമ്പം ദുഷ്ടശക്തികളെ താനെ നമുക്ക് കളയാൻ പറ്റും. സജ്ജനങ്ങളെ വളർത്തുക, ദുഷ്ടജനങ്ങളെ മാറ്റുക, അതിന് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക, ദുഷ്ടരെ വളർത്താൻ അനുവദിക്കാതിരിക്കുക. ലോക നന്മയ്ക്കാണിത്. ലോക നന്മയുണ്ടാവും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. എല്ലാവരും ഈ ഭാഗ്യം എടുക്കും, ഭഗവാൻ കൊടുക്കും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.